IAS എക്സാമിൽ നമുക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇവിടെ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാനില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഉറപ്പിച്ചോ? ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ദാ ഇങ്ങനെ ഉണ്ടാവും. അമാവാസി പൗർണമിയെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ കറുത്ത വാവ് വെളുത്ത വാവ് എന്താണെന്നോ അല്ലെങ്കിൽ ഒരു ഡയഗ്രാം തന്നിട്ട് ഇതിൽ ഏതാണ് നമ്മുടെ അമാവാസി ഏതാണ് പൗർണമി എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദാ ഇതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ റൊട്ടേഷൻ എന്താണ്, റെവല്യൂഷൻ എന്താണെന്നുള്ള ഒരു ചോദ്യം കൂടി നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് മൂവ് ചെയ്യുന്നതിന് കറങ്ങുന്നതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുന്നത്. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സണ്ണിനെ വലം വെച്ചുകൊണ്ട് അല്ലെ നമ്മുടെ സൂര്യനെ ചുറ്റുമായിട്ട് എർത്ത് മൂവ് ചെയ്യുന്നതാണ് എന്താ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റൊട്ടേഷൻ റെവല്യൂഷൻ ഏരിയയിൽ നിന്നുള്ള ഒരു ചോദ്യം. ഓക്കെ, അപ്പൊ എർത്തിനെ റൊട്ടേറ്റ് ചെയ്യാൻ എത്ര സമയമാണ് എടുക്കുന്നത്? 24 മണിക്കൂറാണ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായത്. പക്ഷെ റെവല്യൂഷന് വേണ്ടിയിട്ടോ 365 1/4 ഡേയ്സ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഡേയ്സിനെ കൗണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചാപ്റ്ററിൽ ഉറപ്പിച്ചോ ഈ ഒരു ചോദ്യം ഉണ്ടാവും. മാപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അതിലെ സൂചികകൾ ഓക്കെ നമ്മുടെ ഇൻഡെക്സ് ബേസ് ചെയ്തിട്ട് നമ്മളോട് എന്ത് പറയും? മാപ്പിൽ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ചോദ്യം ഉറപ്പായിട്ടും നമുക്ക് എവിടെ കാണാം? മാപ്പിന്റെ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കാണാം. ഓക്കെ, ഇതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇതായത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സ്കൂളിന്റെ രേഖാചിത്രമാണ്. അത് പല സാധനത്തിന്റെയും രേഖാചിത്രമാവാം, ഒരു ഫെസ്റ്റിവലിന്റെ ആവാം, അല്ലെങ്കിൽ ക്ലാസ് റൂമിന്റെ രേഖാചിത്രം മാപ്പ് ഒക്കെ നമുക്ക് ചോദിക്കും. എന്നിട്ട് നമ്മളോട് അതിന്റെ തെക്കിൽ എന്താണുള്ളത്, നോർത്തിൽ എന്താണുള്ളത്, അല്ലെങ്കിൽ സ്കൂളിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണുള്ളത്, അങ്ങനെ ഈ ഒരു തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, റെഡി ആണോ? യെസ്. ഇനിതാ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ അല്ലെ നമ്മുടെ കാറ്റായി ചാപ്റ്ററിലേക്ക് നടക്കുകയാണെങ്കിൽ ജലത്തിന്റെ 3 ഫോംസ് ഏതാണെന്ന് നമ്മളോട് ചോദിക്കും അല്ലെ. അപ്പൊ ഏതാണ് 3 ഫോംസ് എന്ന് പറയുന്നത്? ഐസ്, വാട്ടർ വേപ്പർ അല്ലെ. ഐസ്, ജലം, ജലബാഷ്പം. അപ്പൊ ഈ ഒരു 3 ഫോംസിന്റെ ഈ ഒരു ഡയഗ്രാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാരണം ഇത് ചോദിക്കുന്ന ഒരു ഷോ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററിൽ നിന്നതാ മറ്റൊരു ചോദ്യമാണ്. ഇങ്ങനെയുള്ള ഒരു പിക്ചേഴ്സ് തരും. ഇതിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം. ഒരു സംശയമില്ല, ചോദിച്ചിരിക്കും. ഏതെങ്കിലും ഒരു ചിത്രം തന്നിട്ട് ആ ചിത്രം ഏതാണെന്നും അതേപോലെ ആ ഒരു കലാരൂപത്തെ കുറിച്ച് 2 ലൈന് എഴുതാനും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഉറപ്പിച്ച ഒരു സംശയമില്ല, ഇത് ചോദിച്ചിരിക്കും. ഓക്കെ, ഇനിതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അല്ലെ അപ്പൊ നമ്മൾ എന്തൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചത്? നമ്മുടെ ആസ് സ്റ്റോൺ ആസ് വിൻഡ് എന്ന ചാപ്റ്ററിൽ നമ്മൾ സോളിഡ് എന്താ, ലിക്വിഡ് എന്താ, അതേപോലെ ഗ്യാസ് എന്താണെന്ന് പഠിച്ചു. ദ്രാവകം, വാതകം, ഖരം. അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതിന്റെ വെയിറ്റ് എന്താണ്, സ്പേസ് ടു എക്സിസ്റ്റ് എന്താണെന്ന് നിങ്ങളിതാ ഈ ഒരു ടേബിൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എന്ത് സോളിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും അതിന് ഭാരമുണ്ട്. അതേപോലെ അതിന് നിൽക്കാൻ സ്ഥലവും ആവശ്യമാണ്, സ്പേസ് ടു എക്സിസ്റ്റും ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ലിക്വിഡും ഗ്യാസും നിങ്ങൾ നോക്കിയേ, ലിക്വിഡും ഗ്യാസിന്റെയും കേസിൽ നോക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് ഷേപ്പ് ഇല്ല. പക്ഷേ സോളിഡിന് എന്തുണ്ട്? കൃത്യമായിട്ടുള്ള ഷേപ്പ് ഉണ്ട്. അപ്പൊ ഈ ഒരു ടേബിൾ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു രീതിയിൽ പഠിച്ചാൽ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ മക്കൾക്ക് ഉറപ്പായിട്ടും ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും മാത്രമാണ് നമ്മുടെ 4 ചാപ്റ്റേഴ്സിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ ഈ കാറ്റായി കല്ലായി എന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു എക്സ്പെരിമെന്റ് ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എക്സ്പെരിമെന്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു എക്സ്പെരിമെന്റ് നമ്മളോട് എഴുതാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോട്ട് തന്നിട്ട് അത് ഏത് എക്സ്പെരിമെന്റ് ആണെന്ന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. ഓക്കെ, റെഡി ആണോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്തെങ്കിൽ ഒരു പേടിയും വേണ്ട. നമ്മൾ നാളെ അടിപൊളിയായിട്ട് തന്നെ ഫുൾ മാർക്ക് EVS വാങ്ങിയിരിക്കുന്നതാണ്. അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.